അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. അരൂർ മണ്ഡലത്തിൽ കോടികളുടെ വികസന കുതിപ്പ് പ്രഖ്യാപനവുമായി നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ. തുറവൂർ അരൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ നിരവധി അടിസ്ഥാന സൗകര്യ വികസന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടുത്തിയതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുതുക്കിയ ബജറ്റിൽ മണ്ഡലത്തിലെ ഗതാഗത സൗകര്യ വികസനത്തിനായി മാത്രം 7.75 കോടി രൂപയുടെ അംഗീകാരം ലഭ്യമാക്കിയതായി അരൂർ MLAയും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറുമായ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ വ്യക്തമാക്കി. മാക്കേകടവ് മുതൽ നേരെകടവ് വരെയുള്ള പാലം ഓണത്തിന് മുൻപ് തന്നെ ജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ പാകത്തിൽ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രധാന റോഡ് വികസന പദ്ധതികൾ: തുറവൂർ മാക്കേകടവ് റോഡ് പാർശ്വ സംരക്ഷണത്തിനും വശങ്ങളിൽ ടൈൽ വിരിക്കുന്നതിനുമായി 2.5 കോടി രൂപ. ചെങ്ങണ്ട തൃച്ചാറ്റുകുളം റോഡ് ചെയിനേജ് പുനരുദ്ധാരണത്തിനായി 2 കോടി രൂപ. അന്ധകാരനഴി ഇല്ലിക്കൽ വെസ്റ്റ് മനക്കോടം റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി 2.5 കോടി രൂപ. ടോക്കൺ പ്രൊവിഷൻ അനുവദിച്ച വൻകിട പദ്ധതികൾ: ബജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ വഴി അനുമതി ലഭിച്ച പ്രധാന പദ്ധതികൾ താഴെ പറയുന്നവയാണ്. പെരുമ്പളം വാത്തിക്കാട് പൂത്തോട്ടപ്പാലം ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ സ്വപ്ന പദ്ധതിയുടെ നിർമ്മാണത്തിന് 100 കോടി രൂപ. തീരദേശ സംരക്ഷണം: ചെല്ലാനം മുതൽ അന്ധകാരനഴി വരെയുള്ള കടൽഭിത്തി നിർമ്മാണത്തിന് 100 കോടി രൂപ. കായലോര സംരക്ഷണം: വേമ്പനാട് കൈതപ്പുഴ കായലുകളുടെ തീരം കല്ലുകെട്ടി സംരക്ഷിക്കുന്നതിനായി 100 കോടി രൂപ. എരമല്ലൂർ കൊടുപുറം പാലം പ്രദേശവാസികളുടെ ചിരകാല ആവശ്യമായ ഈ പദ്ധതിക്ക് 40 കോടി രൂപ. KR ഗൗരിയമ്മ സ്മാരക മന്ദിരം ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള രീതിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സ്മാരകത്തിന് 1 കോടി രൂപ അന്തിമ അനുമതിയുടെ ഭാഗമായി ലഭ്യമാക്കിയിട്ടുണ്ട്. മറ്റ് മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ: വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കൽ: അരൂർ മേഖലയിലെ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 220 kV സബ്സ്റ്റേഷൻ നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. അരൂർ കുത്തിയതോട് KSEB സെക്ഷൻ ഓഫീസുകളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും പടിഞ്ഞാറൻ മേഖലകളെ ഉൾപ്പെടുത്തി പുതിയ സെക്ഷൻ ഓഫീസ് ആരംഭിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും MLA അറിയിച്ചു. നമ്മൾ പടിപടിയായിട്ട് ഈ നാടിന്റെ പൊതുവായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ നമ്മൾ ശ്രമിക്കുമെന്നുള്ളതിന് സംശയമില്ല. 26-27 സാമ്പത്തിക വർഷത്തിൽ ഇപ്പോൾ പുതുക്കിയ ബജറ്റിന് അർഹമായിട്ടുള്ള ഒരു പ്രാധാന്യം അരൂർ നിയോജക മണ്ഡലത്തിന്റെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കടവ് റോഡ് പാർശ്വ സംരക്ഷണവും സൈഡ് ടൈൽ വിരിക്കലും അതിന് 2.5 കോടി രൂപ ബഡ്ജറ്റിൽ പ്രൊവിഷനാക്കി. ചാറ്റുകുളം റോഡ് ചെയിനേജ് അത് നമുക്ക് പുനരുദ്ധാരണത്തിന് വേണ്ടി 2 കോടി രൂപ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അന്ധകാരനഴി ഇല്ലിക്കൽ വെസ്റ്റ് മനക്കോടം റോഡ് BMBC 2.5 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. കാണാവള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ കെട്ടിടം ഇതാ താഴെ വീഴാൻ പോകുന്നു എന്നുള്ള വാർത്ത നിങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ്. നമ്മൾ അപ്പം തന്നെ അത് അവരെ കാരണം ഒരു കാറ്റൊക്കെ അടിച്ച് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അതിനുവേണ്ടി സബ് രജിസ്ട്രാർ ഓഫീസിലെ കെട്ടിടത്തിന് വേണ്ടി 75 ലക്ഷം രൂപ, 1 കോടി രൂപ. ഇവിടുത്തെ ഒരു വിപ്ലവ നായികയാണ് ഗൗരിയമ്മയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കോടി രൂപ വെച്ച് ഒരു ദേശീയ തലത്തിൽ തന്നെ ഗൗരിയമ്മയെ പോലെയുള്ള വ്യക്തിത്വം എന്നുള്ള നിലയിൽ ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു ഉചിതമായ സ്മാരകമാണ് നമ്മുടെ മനസ്സിലുള്ളത്. പെരുമ്പളം പഞ്ചായത്ത് വാത്തിക്കാട് പൂത്തോട്ട പാലം അത് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഒരുപക്ഷെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത. അത് നമ്മൾ 100 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അതിനകത്ത് ടോക്കൺ അഡ്വാൻസ് വെച്ചിട്ടുണ്ട്. ചെല്ലാനം മുതൽ അന്ധകാരനഴി വരെയുള്ള കടൽഭിത്തി നിർമ്മാണം അതിന് വേണ്ടി 100 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം ദിവസേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വേലിയേറ്റം ഒരു ദിവസം പോലും ഒഴിവില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൈതപ്പുഴ കായലുകളുടെ തീരം കല്ലുകെട്ടി സംരക്ഷിക്കൽ ആഴം കൂട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറച്ച് പിന്നെ നമ്മുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണി. എക്കല് കൊണ്ട് നിറഞ്ഞു നടക്കുക. ഇതൊന്നും മാറ്റാതെ പിന്നെ വെള്ളം മാറി വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ ഈ ബജറ്റിലൂടെ തുടങ്ങിയിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരം ഏകദേശം 8 മാസത്തോളം കുടിവെള്ളം കിട്ടാതിരുന്ന ഒരു മേഖലയാണ് കുത്തിയതോട് തുറവൂർ പടിഞ്ഞാറ് മേഖല. ഞാൻ പറയാതെ എനിക്കറിയാം. 5 കോടി രൂപ ഈ കുടിവെള്ള വിതരണ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി 4 കുളങ്ങര അമ്പലത്തിലാണ് പുതിയ വാട്ടർ ടാങ്കും വരും. അക്കേക്കടവ് പാലം എന്ന് പറയുന്നത് ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു സ്വപ്നമാണ്. 10 വർഷമായിട്ട് കിടക്കുക. ഞങ്ങളിപ്പോൾ 2-3 തവണ അതിനകത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് MLA എന്നുള്ള നിലയിൽ ഞാനിവിടെ പോയി. കൂടാതെ എല്ലാ ആഴ്ചയിലും ഇതിന്റെ ഒരു അവലോകന റിപ്പോർട്ട് കൊണ്ടുവരുന്നതാണ്. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായി കാനകൾ നിർമ്മിക്കുന്നത് മൂലം വ്യാപാരികളും പൊതുജനങ്ങളും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിവരികയാണ്. മിൽമ, കുടിവെള്ളം, ആരോഗ്യം, തുറവൂർ മിൽമ യൂണിറ്റ് നിലവിലുള്ള പ്രതിസന്ധികൾ പരിഹരിച്ച് കാലിത്തീറ്റ വിപണനവും ഉൽപാദന വർധനവും ലക്ഷ്യമിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കും. കുടിവെള്ളക്ഷാമം:
തീരദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 5 കോടി രൂപയുടെ DPR സമർപ്പിച്ചു. വെള്ളക്കെട്ട് നിവാരണം. തീരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ 100 കോടി രൂപ ചെലവഴിച്ചുള്ള നടപടികൾ വേഗത്തിലാക്കും. തുറവൂർ താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടത്തിന്റെ സൗകര്യങ്ങൾ പൂർണ്ണമായി ഉറപ്പുവരുത്തും. തുറവൂരിലെ MLA ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിൽ MLAയുടെ പ്രൈവറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഉമേശൻ നേതൃത്വം നൽകി. 220 kV സബ്സ്റ്റേഷനാണ് പ്രധാനമായിട്ടും. കാനനിർമ്മാണവുമായി ബന്ധപ്പെട്ടത് നമ്മുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് കാനയുടെ അശാസ്ത്രീയമായിട്ടുള്ള പൊളിച്ചു മാറ്റാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയങ്ങളൊന്നും വഴിക്കിട്ടിട്ട് ഓടുന്ന പ്രശ്നമില്ല. കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നടത്തി ഇനിയിപ്പോൾ നാളെ നമ്മൾ നടത്തുന്ന ഒരു MLA മെറിച്ചവാർഡ് 2026 എന്നുള്ളതാണ്. സല്യൂട്ട് 2026 ഉച്ചയ്ക്ക് 3 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട റോജിയം ജോണാണ് അവാർഡ് വിതരണത്തിന് വേണ്ടി എത്തുന്നത്. അദ്ദേഹം മലബാർ സിമൻസ് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉന്നയിച്ചെങ്കിലും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയെ കണ്ട് നമ്മൾ ഈ മേഖലയുടെ പെട്ടെന്ന് തന്നെ ത്വരിതമായി ഇടപെടേണ്ട വിഷയങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കുള്ള പ്രത്യേക ഭവന പദ്ധതിയൊക്കെ നേരത്തെ മാറ്റിയിരുന്നു. ഗവൺമെൻറ് അത് രണ്ടാമത് കൊണ്ടുവന്നിട്ടുണ്ട്. ST വിഭാഗത്തിൽപ്പെട്ടവർക്കും അതുപോലെ തന്നെ പ്രത്യേക ഭവന പദ്ധതിക്ക് ഗവൺമെൻറ് ഈ ബഡ്ജറ്റിലെ പണം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അരുക്കുറ്റി ആശുപത്രിയിലും പെരുമ്പളത്തും തൈക്കാട്ടുശ്ശേരിയിലും ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതിന് ഭാഗത്തുനിന്നുണ്ടാവും. നിങ്ങളും അതിന് നമ്മളോടൊപ്പം നിൽക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന.